നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിന്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊക്കെ SIP ആയിട്ട് മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരായിരിക്കാം. അപ്പൊ കുറച്ച് അഡ്വാൻസ് ലെവലിൽ നമുക്ക് എങ്ങനെ SIP ചെയ്യാം, നമുക്ക് കിട്ടേണ്ട റിട്ടേണിനേക്കാളും വളരെ കൂടിയ ഒരു റിട്ടേണിലേക്ക് മാറ്റിയെടുക്കാം എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പൊ നമ്മൾ നോർമലായിട്ട് ഞാനിവിടെ SIP കാൽക്കുലേറ്റർ ഗ്രോയുടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ നോർമലായിട്ട് നമ്മൾ മന്ത്ലി ഒരു 10,000 രൂപ അല്ലെങ്കിൽ 5,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ 30,000 രൂപയ്ക്ക് SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരായിരിക്കാം. നിങ്ങൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം എക്സാമ്പിൾ ആയിട്ട് ഞാനിവിടെ ഒരു 10,000 രൂപ മന്ത്ലിയിൽ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ്. റിട്ടേൺ 14% നമുക്ക് അപ്രോക്സിമേറ്റ് കിട്ടുന്നത് ഒരു 20 വർഷത്തിനുള്ളിൽ എങ്കിൽ നമുക്ക് 20 വർഷം കഴിയുമ്പോൾ ടോട്ടലായിട്ട് എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് വരും? 24 ലക്ഷം രൂപ നമ്മൾ ടോട്ടലായിട്ട് ഇൻവെസ്റ്റ്മെന്റ് വരും. റിട്ടേൺ എത്ര കിട്ടും? നമുക്ക് അപ്രോക്സിമേറ്റ് ഒരു 90 ലക്ഷം 93 ലക്ഷം രൂപ കിട്ടും. ടോട്ടലായിട്ട് 1,17 ലക്ഷം രൂപയാണ് നമുക്ക് ടോട്ടലായിട്ട് വലിയൊരു എമൗണ്ട് കിട്ടുന്നത്. അപ്പൊ ഇതിനെ എങ്ങനെ നമുക്ക് അഡ്വാൻസ് ലെവലിലേക്ക് മാറ്റാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നുകിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു മന്ത്ലി എമൗണ്ട് നമുക്ക് ഓരോ വർഷം കഴിയുന്നതനുസരിച്ച് ഈ ഫസ്റ്റ് ഇയറിൽ നമ്മൾ 10,000 രൂപ വെച്ചാണ് നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അടുത്ത വർഷം കഴിയുമ്പോഴത്തേനും നമുക്ക് 11,000 രൂപ വെച്ച് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ഒരു വർഷം കൂടെ കഴിയുമ്പോൾ നമുക്ക് 12,000 രൂപ വെച്ച് മന്ത്ലിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. അത് നമുക്ക് മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് കൂടുന്നത് ഒരു മെത്തേഡാണ്. പക്ഷെ ഞാനിവിടെ മന്ത്ലി എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് കൂടാതെ നമുക്ക് എങ്ങനെ നല്ലൊരു റിട്ടേണിലേക്ക് പോകാം എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ അവിടെ എന്താണ്, നമുക്ക് ഈ ഒരു എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ നമുക്ക് കുറച്ചും കൂടെ കൂട്ടിയെടുക്കാനുള്ള ഒരു മെത്തേഡ്, ഒരു മാർഗമാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ 14% എന്നുള്ളത് ഒരു 16-17% വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാറ്റം ആദ്യം തന്നെ നമ്മളൊന്ന് കണ്ട് മനസ്സിലാക്കുക. അതായത് ഒരു 3% കൂടിയത്. 3% കൂടി കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് 1,70,00,000 എന്നുള്ള എമൗണ്ടിലേക്ക് വന്നു. നേരത്തെ 93 ലക്ഷം രൂപയാണ് 20 വർഷം കൊണ്ട് കിട്ടുന്നതെങ്കിൽ അത് നേരെ 1,46,00,000 വന്നു. അതായത് നേരിട്ട് ഒരു 50% കൂടെ, ഒരു 2x ആകുന്ന ക്യാപിറ്റല് 3x ആയി മാറി എന്ന് നമുക്ക് അപ്രോക്സിമേറ്റ് കാണാൻ സാധിക്കുന്നു. അപ്പൊ അത് 17-18 അതായത് ഒരു 3% കൂടി ഇപ്പൊ ഇത്രയാണ്, അതൊരു 3-5% കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നേരെ ക്യാപിറ്റല് ഡബിൾ ആകുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ അത് റേറ്റ് ഓഫ് റിട്ടേണിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. എങ്ങനെയാണ് നമ്മൾ കിട്ടുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ എങ്ങനെ കൂട്ടിയെടുക്കാം എന്നുള്ള മാർഗമാണ് ഞാൻ ഇനി മുമ്പോട്ട് കാണിച്ചു തരാൻ പോകുന്നത്. ഇത്ര എമൗണ്ട് ഇത്ര പെർസെന്റേജ് കിട്ടും എന്നൊന്നുമല്ല, എങ്ങനെ ഏതൊരു മാർഗത്തിലൂടെ നമുക്ക് ഈ ഒരു റേറ്റ് ഓഫ് റിട്ടേൺ കൂട്ടിയെടുക്കാം എന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ ടിക്കർ ടേപ്പ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഫ്രീ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. ഇതിന്റെ നമുക്ക് ഫണ്ടമെന്റൽ അനാലിസിസ് ഒക്കെ സ്റ്റോക്കിന്റെ പഠിച്ച് ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്നതിന് വേണ്ടി ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ ഹെൽപ്ഫുൾ ആകുന്ന ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഇതിന്റെ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് കിട്ടണമെങ്കിൽ സെറോദയുടെ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അപ്പൊ സെറോദയുടെ അക്കൗണ്ട് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അവിടെ പോയി അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കും. അതുവഴി നിങ്ങൾക്ക് ഇതിന്റെ പ്രോ വേർഷന് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇവിടെ പ്രോ വേർഷൻ ഒന്നും വേണ്ട ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതിന്, ഈ ഒരു ടെക്നിക്ക് ചെയ്യുന്നതിന്. ഇവിടെ നമുക്ക് ഫ്രണ്ട് പേജിൽ തന്നെ മാർക്കറ്റ് ഒരു ഇൻഡിക്കേഷൻ, ഒരു മീറ്റർ പോലത്തെ ഒരു റീഡിങ് കാണാൻ സാധിക്കും. അതിന്റെ പേരാണ് മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ MMI ഇൻഡെക്സ് ആണ്. അപ്പൊ ഇത് ഒരുപക്ഷെ കുറെ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്, ഒരുപക്ഷെ അറിയത്തില്ലാത്തവർക്കും കൂടി പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു MMI ഇൻഡെക്സ് ജസ്റ്റ് ഓപ്പൺ ആക്കുക. ടിക്കർ ടേപ്പ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഫ്രീ ആയിട്ട് തന്നെ ഇത് കിട്ടും. ഇത് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയപ്പോഴത്തേനും നമുക്ക് ഇതിന്റെ വാല്യൂ ഇപ്പൊ ഗ്രിഡ് സ്റ്റോണിലാണ് നിൽക്കുന്നത് 59.97 ആണെന്ന് കാണാൻ സാധിക്കും. വളരെ സിമ്പിൾ ആയിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഇത് എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഈ ഒരു ഇൻഡെക്സ് ഈ വാല്യൂ വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത് മാർക്കറ്റിന്റെ മൂഡിനെ, മാർക്കറ്റിന്റെ സെന്റിമെന്റ്സിനെ ഷോ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു MMI ഇൻഡെക്സ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ഒരു MMI ഇൻഡെക്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഒരു MMI ഇൻഡെക്സ് ഉണ്ടാക്കാൻ വേണ്ടി 6 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഇവർ യൂസ് ചെയ്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് പിക്ചർ ഓഫ് ഇമോഷൻ ഡ്രൈവിംഗ് ദ മാർക്കറ്റ്, അത് മാർക്കറ്റിന്റെ ഇമോഷൻ കണ്ടെത്താൻ വേണ്ടി 6 ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ MMI ഇൻഡെക്സ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്, ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ വാല്യൂ പുറത്തു വരുന്നത് FII ആക്ടിവിറ്റി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ള
ആക്ടിവിറ്റി, അതുപോലെ തന്നെ വോളറ്റിലിറ്റി ആൻഡ് സ്ക്യൂ, അതായത് നിഫ്റ്റി ഇന്ത്യ വിക്സിന്റെ വോളറ്റിലിറ്റി കൂടുതലാണോ കുറവാണോ എന്നുള്ളത്, അതുപോലെ തന്നെ ഓപ്ഷൻ ചെയിനിൽ ഔട്ട് ഓഫ് ദ മണിയിൽ ഉള്ള പുട്ടിന്റെയും കോളിന്റെയും വോളിയം OI ഇതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മൊമെന്റം, നിഫ്റ്റി എന്ന് പറഞ്ഞ ഇൻഡെക്സിന്റെ മൂവിംഗ് ആവറേജിന്റെ ഡിഫറൻസ്, എക്സ്പോണൻഷ്യൽ ഡിഫറൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിന്റെ ബ്രെഡ്ത്ത്, അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് 500 കമ്പനികളിലെ S&P 500 കമ്പനികളിലെ എത്രണ്ണം അഡ്വാൻസ് ആകുന്നുണ്ട്, ഡിക്ലൈൻ ആകുന്നുള്ള റേഷ്യോ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പ്രൈസ് സ്ട്രെങ്ത്, 52 വീക്ക് ലോയിൽ പോകുന്ന കമ്പനികൾ, 52 വീക്കിൽ ഹൈയിൽ പോകുന്ന ടോട്ടൽ കമ്പനീസ്, ഇതിന്റെയൊക്കെ സ്ട്രെങ്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഡിമാൻഡ് ഫോർ ഗോൾഡിന്റെ ഡിമാൻഡ് കൂടുതലാണോ കുറവാണോ, അപ്പൊ ഇങ്ങനെയുള്ള പാരാമീറ്റേഴ്സ് എല്ലാം നോക്കി കഴിഞ്ഞിട്ടാണ്, അതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഒരു MMI ഇൻഡെക്സ് ഫോം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു വാല്യൂ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതിന്റെ അകത്ത് 4 റീജിയൻസ് ആണുള്ളത്. എക്സ്ട്രീം ഫിയർ, ഗ്രിഡ് ആൻഡ് എക്സ്ട്രീം ഗ്രീഡ് എന്ന് പറഞ്ഞ 4 റീജിയൻസ് ഉണ്ട്. ഈ ഒരു 4 റീജിയൻസിന്റെയും ഇവിടെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്കറിയാം 30 താഴെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് പുതിയ പൊസിഷൻസ് ഓപ്പൺ ചെയ്യാൻ നല്ലതാണ്, അതായത് മാർക്കറ്റ് ഓവർ സോൾഡ് ആണ് എന്നാണ് ഇവര് പറയുന്നത്. അതുപോലെ തന്നെ 30നും 50നും ഇടയ്ക്കാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ഗുഡ് ടൈം ആണ് പുതിയ പൊസിഷൻ ഓപ്പൺ ആക്കാൻ. 50നും 70നും ഇടയ്ക്കാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ പുതിയ പൊസിഷൻസ് എടുക്കുന്നതിന് അധികം സജഷൻ ഇല്ല. തീർച്ചയായിട്ടും എക്സ്ട്രീം ഗ്രീഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പുതിയ പൊസിഷൻസ് എടുക്കരുത്, ഓവർബോട്ട് സോൺ ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ പൊതുവെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി എടുക്കുക, ഈ ഒരു എക്സ്ട്രീം ഫിയർ ഗ്രീഡ് സോണിലാണെങ്കിൽ നമ്മൾ പുതിയ പൊസിഷൻസ് ഒന്നും എടുക്കാതിരിക്കുക, മാർക്കറ്റ് അവിടെ നിന്ന് കറക്റ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഗ്രീഡ് സോണിലാണെങ്കിൽ അത് പുതിയ ഒരു കുറച്ച് മാർക്കറ്റ് സോൾഡ് ഓവർ ബോട്ട് സോണിലേക്ക് പോകുന്നു. അപ്പൊ അവിടെ പുതിയ പൊസിഷൻസ് എടുക്കാതിരിക്കുന്നതാണ് ബെറ്റർ എന്നാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ഫിയർ സോണിലേക്ക് വരുമ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യാം, പുതിയ പൊസിഷൻസ് ബൈ ചെയ്യാൻ വേണ്ടി കൺസിഡർ ചെയ്യാം. എക്സ്ട്രീം ഫിയർ സോണിലേക്കാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പുതിയ പൊസിഷൻസ് എടുക്കാം എന്നാണ് ഈ ഒരു ഇൻഡിക്കേറ്റർ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും മാർക്കറ്റ് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഇൻഡിക്കേറ്ററിന്റെ വാല്യൂ പതുക്കെ മൂവ് ചെയ്യും. ഒറ്റയടിക്കല്ല ഇത് മൂവ് ചെയ്യുന്നത്, പതുക്കെ ചിലപ്പോൾ ഒരാഴ്ചയോ 2 ആഴ്ചയോ ഒക്കെ ഈ ഒരു സോണിൽ തന്നെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതനുസരിച്ച് മാർക്കറ്റിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ്, ഇമോഷനിൽ ഉണ്ടാകുന്ന വേരിയേഷൻ അനുസരിച്ച് ഈ ഗ്രീഡ് സോണിൽ നിന്ന് ഫിയർ സോണിലേക്ക് വരും ഇതിന്റെ സൂചി. അതുപോലെ തന്നെ ഈ ഫിയർ സോണിൽ ഗ്രീഡ് സോണിൽ നിന്ന് എക്സ്ട്രീം ഗ്രീഡ് സോണിലേക്ക് പോകും. അപ്പം അത് ഈ ഒരു മൂവ്മെന്റ് നോക്കി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഇപ്പൊ ഗ്രീഡിൽ നിന്ന് എക്സ്ട്രീം ഗ്രീഡിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാർക്കറ്റ് ഓവർ ബോട്ട് സോണിലേക്കാണ് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടെ നമ്മൾ പുതിയ പൊസിഷൻസ് എടുക്കാതിരിക്കുക, മറിച്ച് നമ്മൾ ഫിയർ സോണിലേക്ക് അല്ലെങ്കിൽ എക്സ്ട്രീം ഫിയർ സോണിലേക്ക് വരുന്ന സമയത്തിന് അതിന്റെ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം, ഒരു ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ. അപ്പൊ ഇത് നമുക്ക് SIP ആയിട്ട് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. SIP നമുക്ക് എങ്ങനെയാണ് ഇത് ഉപയോഗിച്ച് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്കറിയാം, അത് കണ്ടോ, ലാസ്റ്റ് വീക്കില് 34 ഫിയർ സോണിൽ നിന്ന് ഗ്രീഡ് സോണിലേക്കാണ് വന്നത്. ഇതിന്റെ അതായത് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ 34 എന്നുള്ള വാല്യൂവിൽ നിന്ന് 59ലേക്ക് വന്നു. അതായത് ഒരാഴ്ച കൊണ്ട് നിഫ്റ്റി റിട്ടേൺ തന്നു. മനസ്സിലായി? അപ്പൊ ഫിയർ സോണിൽ എൻട്രി എടുത്തവരാണെങ്കിൽ ഒരു പോസിറ്റീവ് റിട്ടേൺ നമുക്ക് ഗ്രീഡ് സോണിലേക്ക് കിട്ടിയാണ്. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് വാറൻ ബഫറ്റിന്റെ ഒരു ബി ഫിയർഫുൾ വെൻ അതേഴ്സ് ആർ ഗ്രീഡി വെൻ അതേഴ്സ് ആർ ഫിയർഫുൾ. അതായത് വാറൻ ബഫറ്റിന്റെ ആ ഒരു കോഡ്സ് ആണ് ഇതിന്റെ പുറകില് അവര് മെയിൻ ആയിട്ട് മോട്ടിവേഷൻ ആയിട്ട് എടുത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് അധികം ആൾക്കാരും മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാതെ എല്ലാവരും പേടിച്ച് നിൽക്കുന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു മെത്തേഡാണ് ഈ ഒരു ഇൻഡിക്കേറ്ററിന്റെ പുറകിലും നിൽക്കുന്നത്. പിന്നെ ആക്യുറസി ഇവർ കൊടുത്തിട്ടുണ്ട്, 91.28% ആക്യുറേറ്റ് ആണ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്കിവിടെ ഈ ഗ്രീൻ സോൺസ് എക്സ്ട്രീം ബോട്ട് സോൺസ് ആണ്, മാർക്കറ്റ് ബോട്ട് ഔട്ട് സോൺസ് ആണ് ഈ ഗ്രീന്. ഇത് വരുന്നത് മാർക്കറ്റ് ടോപ്പ് ഔട്ട് ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ MMIയുടെ വാല്യൂ നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പൊ 2021 തൊട്ട് 2024 വരെയുള്ള ഡേറ്റ കാണിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള റീജിയൻസിൽ ഇത് കണ്ടോ, എക്സാക്റ്റ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് ഈ റീജിയനിൽ നിന്ന് മാർക്കറ്റ് തിരിച്ചു പോകുന്നൊന്നും അല്ല പറയുന്നത്. മാർക്കറ്റ് കുറച്ച് ബീറിഷ് സെന്റിമെന്റ്സ് ആണ്, മാർക്കറ്റ് കുറച്ചും കൂടെ വളരെ താഴോട്ട് പോകുന്നു. ഇപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് അപ്രോക്സിമേറ്റ് ഒരു ഡിപ്പിലാണ് കിട്ടുന്നത്.
കിട്ടുന്നത് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഗ്രീൻ സോൺ അത് കഴിഞ്ഞിട്ട് കണ്ടോ, ഈ ഒരു ഗ്രീനിൽ അപ്രോക്സിമേറ്റ് വന്നിട്ട് അവിടെ നിന്ന് മുകളിലേക്കാണ് പോയത്. ഓക്കെ, അതിനുശേഷം ഇവിടെ ഈ ഒരു സോണിലൊന്നും എൻട്രി വന്നില്ല. ഇവിടെ വന്നപ്പോൾ അത് അപ്രോക്സിമേറ്റ് ഒരു ഡൗൺ ആണ് എന്ന് കാണിച്ചു. അതിനുശേഷം മുകളിലേക്ക് പോയി, വീണ്ടും ഇത് കണ്ടോ ഒരു ഡിപ്പിൽ എക്സാക്റ്റ് ആയിട്ട് കാണിച്ചു, വീണ്ടും ഇത് മുകളിലേക്ക് പോയി, ഇവിടെ നമുക്ക് അപ്രോക്സിമേറ്റ് സെയിം എക്സാക്ട് ഡൗൺ പൊസിഷനിൽ കിട്ടി, വീണ്ടും മുകളിലേക്ക് പോയി, ഇവിടെ വീണ്ടും നല്ലൊരു ഡിപ്പ് തന്നെയാണ് നമ്മൾ എൻട്രി വരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ, ഇത് ചെറിയ കാലഘട്ടമല്ല, ഇത് മാസങ്ങളുടെ ഡിഫറൻസ് ഉണ്ട്, ആ മാസങ്ങളിൽ ഡിപ്പ് വരുന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെയും ഡിപ്പ് വന്നു, ഇത് കണ്ടോ, ഈ ഒരു ഡിപ്പ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിപ്പല്ല, പക്ഷെ ഇവിടെയും ഡിപ്പ് ഉണ്ടായിരുന്നു, പിന്നെയും കുറച്ച് മുകളിലേക്ക് പോയി വീണ്ടും ഡിപ്പ് ഉണ്ടാക്കി. അപ്പം എക്സ്ട്രീം ഗ്രിഡ് സോണിൽ വരുന്ന സമയത്ത് നമുക്ക് ഡിപ്പുകൾ കിട്ടുന്നുണ്ട്. ഇവിടെ കിട്ടിയോ? ഇവിടെ ആ ഡിപ്പ് കാണിച്ചിട്ടില്ല. MMI ആ ഒരു സമയത്ത് ഡിപ്പ് കാണിച്ചിട്ടില്ല. അപ്പം എല്ലാ ഡിപ്പുകളിലും കാണുന്നൊന്നുമല്ല, അപ്രോക്സിമേറ്റ് നമുക്ക് MMI എക്സ്ട്രീം ഫിയർ സോണിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം മാർക്കറ്റ് ഡിപ്പിൽ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അതാണ് ഇതിന്റെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക, ഇത് ഓപ്പൺ ആക്കി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് നമ്മൾ SIP ചെയ്യുന്ന സമയത്ത് ഇതിനോട് ചേർക്കാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന്, ഈ ഒരു ഇൻഡിക്കേറ്ററിൽ നിന്ന് നമ്മൾ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള സൈഡ് എടുക്കേണ്ടത്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ബാക്കി ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഒരുപാട് ആൾക്കാർ ഇത് 450K ആൾക്കാർ MMI ഇത് യൂസ് ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് ബെറ്റർ ആയിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് SIP ആയിട്ട് കണക്ട് ചെയ്ത് ബെനിഫിഷ്യൽ ആക്കാൻ സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ മന്ത്ലി SIP ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് നിർത്തിയതിനു ശേഷം നമുക്ക് ഒന്ന് ചിന്തിക്കാം. അതായത് നമ്മൾ 2021 ജനുവരി മാസം നമുക്ക് ഒരു SIP ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ ജനുവരിയിൽ നമ്മൾ SIP ചെയ്യുന്നതിന് പകരം നമുക്ക് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഈ ഒരു മാസങ്ങളിലെ SIP അവിടെ ചെയ്യാതെ, ആ ഒരു മാസങ്ങളിൽ അവിടെ SIP ചെയ്യാതെ ആ 10,000 എന്നുള്ള എമൗണ്ട് നമുക്ക് എപ്പോഴാണോ ഈ ഒരു എക്സ്ട്രീം ഫിയർ സോണിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പം അതിനുശേഷം ഇവിടെ ഒരു മാസം വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം നമുക്ക് എക്സ്ട്രീം ഫിയർ സോണിലാണെങ്കിൽ അടുത്ത മാസത്തെ SIP അവിടെ തന്നെ ചെയ്യാം. അതിനുശേഷം മുമ്പോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള സോണില് നമുക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് കൺസിഡർ ചെയ്യാം, പക്ഷെ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് കിട്ടില്ല. പക്ഷെ ഇവിടെ നിന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതെ ഈ ഒരു മാസങ്ങളിലെ എമൗണ്ട് നമുക്ക് ഒന്നിച്ച്, അതായത് ഈ ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇടാതെ മാറ്റി വെച്ചിരുന്നെങ്കിൽ ആ ഒരു എമൗണ്ട് ഇവിടെ വരുന്ന ഡിപ്പിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ ആ മാറ്റി വെക്കുന്ന എമൗണ്ട് നമുക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. പക്ഷെ ആ മാറ്റി വെക്കുന്ന എമൗണ്ട് എന്ത് ചെയ്യണം എന്ന് ഞാൻ മുമ്പോട്ട് പറഞ്ഞു തരും. ഓക്കെ, ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴാണോ ആ ഒരു എക്സ്ട്രീം ഫിയർ സോണിലേക്ക് പോകുന്ന ആ ഒരു സമയത്ത് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന SIPകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ 1, 2, 3 മാസത്തെ എമൗണ്ട് ഉണ്ടായിരുന്നു, ആ ഒരു 3 മാസത്തെ എമൗണ്ടും ഇവിടെയുള്ള എമൗണ്ടുകളും നമ്മൾ ഒന്നിച്ച് ഈ ഒരു പോയിന്റിലാണ് ഇടുന്നത്. അതിനുശേഷം ഇവിടെ നമ്മൾ മാർക്കറ്റിൽ മുകളിലേക്ക് പോകുന്ന സമയത്ത് ഉള്ള എമൗണ്ടുകളും ഇവിടെ ഉണ്ടായിരുന്ന SIPകൾ എമൗണ്ടുകളും ഇവിടെ നമ്മൾ എക്സാമ്പിൾ ജനുവരി 2022 ഈ ഒരു ലെവലാണ് വരുന്നത്, ജനുവരി 2022. അതിനുശേഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എപ്പോഴാണ്? നമ്മൾ ഒരു ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസം ആകുമ്പോഴത്തേനുമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു 3 മാസത്തെ എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തെ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാതെ നമ്മൾ അത് നമ്മുടെ കയ്യിൽ പിടിക്കുകയാണ്. അതപ്പോൾ വീണ്ടും ആ ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് തന്നെ ഇടും, പക്ഷെ ആ ഒരു 3 മാസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ എന്താണ്, നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന മുകളിലേക്ക് പോയ ഈ മുകളിൽ നിന്ന് ആ ഒരു സമയത്ത് നമുക്ക് എൻട്രി വരുന്നില്ല. നമ്മൾ ഡിപ്പിൽ വരുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാൻ സാധിക്കുന്നു. അതിനുശേഷം നമുക്ക് ഈ ഒരു പോയിന്റുകളിൽ നമ്മൾ എൻട്രി എടുക്കാതെ, ആ ഒരു പോയിന്റിൽ എൻട്രി എടുക്കാതെ, ഈ മാസങ്ങളിലൊന്നും എൻട്രി എടുക്കാതെ ഇത്രയും പോർഷനിൽ നമ്മൾ എൻട്രി എടുക്കേണ്ട എമൗണ്ട് ഒന്നിച്ച് വെച്ചിട്ട് ആ ഒരു എമൗണ്ട് ആയിരിക്കും നമ്മൾ ഈ ഒരു പോയിന്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത്രയും പറഞ്ഞിരുന്നത് എല്ലാവർക്കും മനസ്സിലാകുന്നതിന് വേണ്ടിയാണ്. വീഡിയോ ലെങ്ത് ആയി പോകുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക എന്താണെങ്കിലും. അപ്പം
ഈ ഒരു പോയിന്റിൽ നിന്ന് വീണ്ടും മുകളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റുകളിലൊന്നും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ഈ ഉള്ള പോയിന്റുകളിലെ എല്ലാ എമൗണ്ടുകളും ഒന്നിച്ച് ഈ ഒരു പോയിന്റിലാണ് നമ്മൾ ഡിപ്പിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇതിന് താഴോട്ട് പോകുന്നു എന്ന് നമുക്ക് അറിയത്തില്ല, പക്ഷെ ഈ ഒരു ഇൻഡിക്കേറ്റർ പറയുന്നു എക്സ്ട്രീം ഫിയർ സോണിലാണ് എന്ന്. അപ്പൊ ഇവിടെ എന്താണ്, ഇത്രയും ഏരിയയിനേക്കാളും താഴെ തന്നെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് നല്ലൊരു കാര്യമാണ്. അപ്പൊ നമ്മൾ വീണ്ടും ഇവിടെ നിന്നൊക്കെ നല്ലൊരു എക്സാമ്പിൾ ആണ് ഞാൻ ഈ കാണിച്ചു തരാൻ പോകുന്നത്. ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുന്ന മാസങ്ങൾ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാതെ അതെല്ലാം നമ്മൾ കയ്യിൽ ശേഖരിച്ചു വെച്ചതിന് ശേഷം ഈ ഒരു പോയിന്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു മാസങ്ങളിലെ എമൗണ്ടുകൾ ഇവിടെ ചിലപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, മറിച്ച് നമ്മൾ ഈ ഒരു പോയിന്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇനി ഈ മാസങ്ങളിലൊന്നും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതെ ഈ ഒരു മാസത്തിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാതെ നമ്മൾ ഇവിടെ ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കുറച്ച് SIPയുടെ മെത്തേഡ് ചേഞ്ച് ചെയ്യുന്നു. അപ്പം നമ്മൾ മന്ത്ലി SIP ആയിട്ട് അല്ല ചെയ്യുന്നത്, മറിച്ച് നമ്മൾ ഓരോ മാസവും നമ്മളൊരു നിശ്ചിത എമൗണ്ട് മാറ്റി മാറ്റി വെക്കുന്നു. എപ്പോഴാണ് എക്സ്ട്രീം ഫിയർ സോൺ വരുന്നത് ആ ഒരു സമയത്താണ് നമ്മൾ ഇതിൻ്റെ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ചെറിയ ചില പോരായ്മകൾ ഞാനൊന്ന് കാണിച്ചു തരാം. ഈ ഒരു മാസങ്ങളിൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ പോസിറ്റീവ് റിട്ടേൺ കിട്ടിയത്, ഇവിടത്തെയൊക്കെ നമ്മൾ താഴെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആണ്. ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ഇവിടം വരെയുള്ള മാർക്കറ്റിന്റെ ഈ മൂവ്മെന്റ്, ആ ഒരു പൈസ നമ്മുടെ കയ്യിൽ വെച്ചിരുന്നെങ്കിൽ അത് നമുക്ക് അതിലും മുകളിലേക്കാണ് പോയത്. അപ്പൊ അവിടെ ചെറിയൊരു നഷ്ടം നമുക്ക് ഇവിടെ, നഷ്ടമല്ല, നമ്മുടെ റിട്ടേൺ കുറഞ്ഞു പോയേക്കും ആ ഇടുന്ന എമൗണ്ടിലും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഈ ഒരു മാസങ്ങളിലെ ഇൻവെസ്റ്റ്മെന്റുകൾ അവിടെ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഈ മാസങ്ങളിലെ എമൗണ്ട് നമുക്ക് അവിടെ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു കുറച്ചും കൂടെ മുകളിലാണ് അവിടെ ഒരു എക്സ്ട്രീം ഫിയർ സോൺ വരുന്നത്. കാരണം മാർക്കറ്റ് എപ്പോഴും അപ് ട്രെൻഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു പോയിന്റുകളിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റുകൾ നമ്മൾ നടത്തിയിരുന്നെങ്കിൽ ഇതിനേക്കാളും ചെറിയ വാല്യൂവിന് കിട്ടിയേനെ. അപ്പം പോരായ്മകളുണ്ട് സിസ്റ്റത്തില്, പക്ഷെ നമുക്ക് ഇവിടെയൊക്കെ നല്ല വാല്യൂസ്, ഡിപ്പ് കിട്ടി, അപ്പൊ ഇവിടത്തെ ഡിപ്പ് കിട്ടി, ഇവിടത്തെ ഡിപ്പ് കിട്ടി, ഇവിടത്തെ ഡിപ്പ് കിട്ടി, ഈ പോയിന്റുകളിലെ ഡിപ്പ് കിട്ടി. അപ്പം ഒരുപാട് ഈ ഒരു ഏരിയയിലത്തെ ഡിപ്പ് കിട്ടി. അപ്പം എല്ലാ സിസ്റ്റത്തിനും അതിൻ്റെതായ ചെറിയ മൈന്യൂട്ട് പോരായ്മകളുണ്ട്. അപ്പം ഈ ഡിപ്പുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചു. ഒന്ന്, നമുക്ക് നല്ല ഡിപ്പ് കണ്ടെത്തി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചു. ഇനി ഈ മാറ്റിവെച്ച സമയങ്ങൾ, അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇത്രയും സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല, ഇത്രയും എമൗണ്ട് 10,000 ഒരു 4-5 മാസത്തെ എമൗണ്ട് 40,000 50,000 വരുന്നതനുസരിച്ച് അതപ്പോ എവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. മറിച്ച് ആ ഇൻവെസ്റ്റ് ചെയ്യാത്ത എമൗണ്ട് വെറുതെ ബാങ്കിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും അതിന്റെ വാല്യൂ കുറഞ്ഞു പോവുള്ളൂ. അപ്പൊ അതിന് മുകളിൽ നമുക്ക് റിട്ടേൺ കിട്ടണം. അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ആ ഒരു എമൗണ്ട് നേരിട്ട് ലിക്വിഡ് ഫണ്ടുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അത് ഏത് ലിക്വിഡ് ഫണ്ടാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ എക്സാക്റ്റ് ആയിട്ട് ഈ ലിക്വിഡ് ഫണ്ട് എന്നല്ല, ലിക്വിഡ് ഫണ്ടുകളുണ്ട്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ നമുക്ക് ഗ്യാരണ്ടീഡ് റിട്ടേൺ അല്ല എങ്കിലും ഗ്യാരണ്ടീഡ് റിട്ടേൺ പോലെ തന്നെ അപ്രോക്സിമേറ്റ് നമുക്കൊരു 6.5% 7% ഇയർലിൽ കിട്ടുന്ന ഫണ്ടുകളുണ്ട്. അപ്പൊ ആ ഒരു ഫണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഡെഡ് മണി ആയിട്ട് ഇരിക്കുന്ന സമയത്ത്, ഈ SIP നമ്മൾ ചെയ്യാതിരിക്കുന്ന സമയത്ത് ആ ഒരു എമൗണ്ട് ആ ഒരു ലിക്വിഡ് ഫണ്ടിലേക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഇട്ട എമൗണ്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെ നമ്മൾ ആ ലിക്വിഡ് ഫണ്ടിൽ നമുക്ക് ആ ഒരു എമൗണ്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആ ഗ്രോ ചെയ്ത പൈസയും നമ്മൾ ആ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ടും എല്ലാം ഇവിടുത്തെ ഈ ഒരു ഫിയർ സോൺ കിട്ടുന്ന സമയത്ത് ടോട്ടൽ ആയിട്ടുള്ള എമൗണ്ട് ഇവിടെ ഡിപ്ലോയ് ചെയ്യും. അതിനുശേഷം ഈ ഒരു 2 മാസം നമ്മൾ മാർക്കറ്റിൽ SIP ചെയ്തില്ല. ആ ഒരു സമയത്ത് നമുക്കത് ബോണ്ടുകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡ് ഫണ്ടുകളിലോ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു ഫണ്ടുകളിൽ ഇട്ടു, നമുക്ക് സോൺ കിട്ടി. നമ്മൾ ആ ടോട്ടൽ എമൗണ്ട് പ്ലസ് റിട്ടേൺ 6-7% വെച്ച് റിട്ടേൺ കിട്ടിയത്, അല്ലെങ്കിൽ 6% വെച്ച് റിട്ടേൺ കിട്ടിയത്, അതും കൂടെ കൂട്ടി ഇവിടെ ഇട്ടു. അതുപോലെ തന്നെ നമുക്ക് ഈ മാസങ്ങളിൽ നമ്മൾ മാറ്റിവെച്ച എമൗണ്ട് ലിക്വിഡ് ഫണ്ടിലാണ് മാറ്റിവെച്ചത്. ഓരോ മാസവും നമ്മൾ ലിക്വിഡ് ഫണ്ടിലേക്കാണ് ഇട്ടുകൊണ്ടിരുന്നത്. ആ ഒരു ലിക്വിഡ് ഫണ്ട് നമ്മൾ എപ്പോഴാണ് ഈ ഒരു സോണിലേക്ക് വന്നത് ആ ഒരു സമയത്ത് ആ ഒരു എമൗണ്ട് ഫുള്ള് വിറ്റു, അതെടുത്ത് ഈ ഒരു ഡിപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു അഡ്വാൻസ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള സോണുകളിലെല്ലാം ഡിപ്പുകൾ കണ്ടെത്തി ഒന്നിച്ച് എൻട്രി വരുന്നു. അതുപോലെ തന്നെ
നമ്മൾ ഇങ്ങനെയുള്ള റീജിയൻസിൽ നമുക്ക് റിട്ടേൺസ് ഒന്നും, മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ റിട്ടേൺ ഒന്നും തന്നില്ല. പക്ഷെ ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു ഇടുന്ന SIPക്ക് ഇടുന്ന ആ ഒരു എമൗണ്ടിന് മുകളിൽ 6 അല്ലെങ്കിൽ 7% നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ആദ്യമേ ഡ്രോബാക്സ് ആയിട്ട് പറഞ്ഞ ഈ ഒരു സോണിലും 6-7% കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 6-7% ലിക്വിഡ് ഫണ്ട് തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഫണ്ട് നമുക്ക് തരുന്നുണ്ട്. അപ്പൊ നമുക്ക് നഷ്ടങ്ങളൊന്നുമില്ല. അപ്പൊ കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഞാൻ ടോട്ടലായിട്ട് സമ്മറൈസ് ചെയ്ത് പറയുവാണെങ്കിൽ നമുക്ക് ഈ ഒരു സോൺ ഇപ്പൊ 59-60 നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഈ മാസത്തിൽ നമ്മൾ SIP ചെയ്യേണ്ട സമയമാണെങ്കിൽ SIP ചെയ്യാതെ ആ ഒരു എമൗണ്ട് നമ്മൾ ജസ്റ്റ് ബാങ്കിലല്ല ലിക്വിഡ് ഫണ്ടുകളിൽ എൻട്രി എടുത്ത് വെക്കുക. അതിനുശേഷം അടുത്ത എക്സ്ട്രീം ഫിയറിലേക്ക് വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം അവിടെ 6 അല്ലെങ്കിൽ 7% വെച്ചുള്ള റിട്ടേൺ ആ ഒരു ലിക്വിഡ് ഫണ്ട് തരും. അതുപോലെ തന്നെ അടുത്ത മാസവും ഈ ഒരു സോണിലേക്ക് വരുന്നില്ല, വെയിറ്റ് ചെയ്യുക. ആ മാസത്തെ ലിക്വിഡ് ഫണ്ടിലേക്ക് ഇടുക. പിന്നത്തെ മാസവും വരുന്നില്ല, അതും ലിക്വിഡ് ഫണ്ടിലേക്ക് ഇടുക. എപ്പോഴാണോ മാസത്തിലെ ഇടയ്ക്കെങ്ങാനും ആണ് വരുന്നതെങ്കിൽ, ഒരു 10-ാം തീയതിയോ 15-ാം തീയതിയോ 3 മാസം കഴിഞ്ഞിട്ട് 10-15 തീയതി അടുത്ത മാർച്ച് ഏപ്രിലാണ് വരുന്നതെങ്കിൽ ആ ഒരു സമയത്ത് ആ ലിക്വിഡ് ഫണ്ടിലെല്ലാം വിൽക്കുക. നേരിട്ട് എക്സ്ട്രീം ഫിയർ സോണിലേക്ക് വരുന്ന സമയത്ത് ടോട്ടൽ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് വാങ്ങാം. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്, അഡ്വാൻസ് മെത്തേഡാണ്. അപ്പൊ ഞാൻ 14-15% എന്നുള്ളത് 16-17%ത്തിലേക്കുള്ള ചെറിയ ഡിഫറൻസ്, അതായത് 2-3% ഡിഫറൻസ് ആണെങ്കിലും ഇത്രയും വലിയൊരു എമൗണ്ടിലാണ് ടോട്ടൽ റിട്ടേണിൽ ഡിഫറൻസ് വരുന്നത്. അപ്പൊ ഇത്രയും ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമുക്ക് ജസ്റ്റ് ഞാനിവിടെ സെറോദയുടെ പ്ലാറ്റ്ഫോം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ എമൗണ്ട് ഏത് ലിക്വിഡ് ഫണ്ടുകളിലേക്കാണ് ഇടേണ്ടതെന്ന് നോക്കി കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കിയതിന് ശേഷം അതിൻ്റെ അകത്ത് നമ്മൾ ലിക്വിഡ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ലിക്വിഡ് ഫണ്ടുകൾ കിട്ടും. ഇപ്പൊ നമുക്ക് സെറോദയുടെ ആണെങ്കിൽ ലിക്വിഡ് കേസ് എന്ന് പറഞ്ഞ ഒരു ETF, കേസ് എന്ന് പറഞ്ഞ ഒരു ലിക്വിഡ് ഫണ്ട്. അതിന്റെ പ്രത്യേകത എന്താണ്? അതെന്താണോ ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. അത് മാർക്കറ്റുമായിട്ട് ഒരു ബന്ധമില്ല. അതിന്റെ റിട്ടേൺ കൃത്യമായിട്ടുള്ള റിട്ടേൺ ആണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു മാസത്തിൽ നമ്മൾ ആ ഒരു എമൗണ്ട് ഇതിൻ്റെ അകത്ത് ഇട്ടു, അതിനുശേഷം 2 മാസം കഴിയുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു എമൗണ്ട് വേണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിൽ നമ്മൾ അത് വിൽക്കുവാണ്. അപ്പം ഇവിടെ നമ്മൾ എൻട്രി എടുത്ത് 100-ലാണെങ്കിൽ 2 മാസം കഴിയുമ്പോൾ നമുക്ക് 101.30 നമ്മൾ വിൽക്കുന്നതെങ്കിൽ നമുക്ക് ₹1.30 നമുക്ക് ഗെയിൻ ഉണ്ടായി. ആ ഒരു ഗെയിൻ പ്ലസ് ആ ടോട്ടൽ എമൗണ്ട് വീണ്ടും നമ്മൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇടുന്നു. ഇപ്പൊ SIP എന്നുള്ള മെത്തേഡ് മാറി നമ്മൾ ചെറുതായിട്ട് ഒന്ന് അഡ്വാൻസ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ചെറിയ രീതിയിൽ ഒന്ന് മാർക്കറ്റ് വാച്ച് ചെയ്യണം എന്നുള്ള ഒരു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് മന്ത്ലിയിൽ വന്ന് എപ്പോഴാണോ എക്സ്ട്രീം ഫിയർ സോണിലേക്ക് വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. അപ്പൊ ആ വരുന്ന സമയത്ത് നമ്മൾ ആ ഫണ്ട് ഒന്ന് ഇവിടെ നിന്ന് എടുത്ത് മറ്റിടത്തേക്ക് ഇടണം. ഇത് വിറ്റ് ആ ഒരു ഫണ്ട് എടുത്ത് നമ്മുടെ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇടണം. അപ്പൊ മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് സ്റ്റോക്കുകളും പോർട്ട്ഫോളിയോകളും ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റോക്കുകളാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടെങ്കിൽ ആ ഒരു സമയത്തും എക്സ്ട്രീം ഫിയർ സോൺ നോക്കി നമുക്ക് നല്ല സ്റ്റോക്കുകൾ പിക്ക് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അപ്പൊ ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഞാനൊരു മ്യൂച്വൽ ഫണ്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇക്വിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്തും ഈ ഒരു MMI ഇൻഡെക്സ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പൊ ജസ്റ്റ് നമുക്ക് ഞാനിവിടെ സെറോദയുടെ ലിക്വിഡ് കേസ് എടുത്ത് കാണിച്ചു എന്നുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ലിക്വിഡ് ഫണ്ടുകൾ വേറെ ഇതുമുണ്ട്. നമുക്ക് ബീസ് എന്ന് പറഞ്ഞ ഒരു ഫണ്ട് ഞാനിവിടെ ലിക്വിഡ് ബീസ് എന്ന് പറഞ്ഞ ഒരു ഫണ്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതും നമ്മുടെ ഇതുപോലെ തന്നെ ലിക്വിഡ് ഫണ്ടാണ്. ഇത് നിപ്പോൺ ഇന്ത്യയുടെ ആണ് ഈ ഒരു ETF, ഈ ഒരു ഫണ്ട്, ലിക്വിഡ് ഫണ്ട്. ഈ ഒരു ഫണ്ടിന്റെ പ്രത്യേകത എന്താണ്? നമുക്ക് 1000 എന്നുള്ള പ്രൈസ് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് കാണാം. അപ്പൊ നമുക്ക് തോന്നും 2023-ലും 1000, 2024-ലും 1000, 2025-ലും ഇതുവരെ 1000 എന്നുള്ള പ്രൈസ്. അപ്പൊ എന്താണ് ഗെയിൻ ചെയ്യുന്നത്? ഇവിടെ നമുക്ക് ക്വാണ്ടിറ്റി ആണ് ഗെയിൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ 10 ക്വാണ്ടിറ്റി ആണ് എടുത്തതെങ്കിൽ പതുക്കെ അത് 10 എന്നുള്ളത് പതുക്കെ 10, 11, 12 എന്ന് പറഞ്ഞ് ക്വാണ്ടിറ്റി കൂടിക്കൊണ്ടിരിക്കും. നമ്മുടെ എമൗണ്ട്
പ്രൈസിന് മാറ്റമില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സെയിം ആണ് രണ്ട് കാര്യങ്ങളും, തമ്മിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്രോക്സിമേറ്റ് 6-7% ലിക്വിഡ് ഫണ്ടുകൾ തരുന്നത്. അപ്പോൾ നമുക്ക് SIP ചെയ്യേണ്ട സമയത്ത് ഇത് വിറ്റ് അതിൻ്റെ അകത്തേട്ട് എടുക്കും. അപ്പൊ ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പൊ ഇങ്ങനെ ഒരു അഡ്വാൻസ്ഡ് SIP ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഫ്യൂച്ചറിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തുക, റിസർച്ചുകൾ നടത്തുക, അതിനുശേഷം മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുക. ഞാനൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ സെറോദയുടെ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് ഉണ്ട്. അത് ഓപ്പൺ ആക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ടിക്കർ ടേപ്പ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. അതിൻ്റെ പ്രൊവേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെൻസിബിൾ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാം. അപ്പം അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇൻഫർമേറ്റീവ് പർപ്പസുമായിട്ട് മാത്രം എടുക്കുക. വീഡിയോയിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, താഴെ കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ. ഓക്കെ, താങ്ക് യു.